ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. ഓരോ ദിവസവും 300-നടുത്ത് രോഗികൾ, കഴിഞ്ഞ ദിവസവും ഏകദേശം 280 കേസുകളോളം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മരണവും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാർ, ദിവസവും സ്കൂളുകളിൽ പോകുന്ന ചെറിയ കുട്ടികൾ, ഇവർക്കെല്ലാം കോവിഡ് രോഗം അവിടെ നിന്ന് വരുമോ? കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? മാസ്ക് ഉപയോഗിച്ച് സ്കൂളുകളിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ രോഗം ഗുരുതരമാകുമോ? ആരൊക്കെയാണ് ഈ രോഗത്തിന് ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നോർമലായിട്ടുണ്ട്. ഏതൊരു മറ്റു വൈറസിനെ പോലെ, ഇപ്പോൾ H1N1, നമ്മളിപ്പോൾ ഡെങ്കുപ്പനി വൈറസ് ഉണ്ട്, അതേപോലെ പക്ഷിപ്പനിയുണ്ട്. ഈ വൈറസുകളെയൊക്കെ പോലെ തന്നെ മനുഷ്യനെ ബാധിക്കുന്ന മറ്റൊരു ജലദോഷപ്പനി രോഗമായിട്ട് കോവിഡ് മാറിയിട്ടുണ്ട്. എന്നാൽ കോവിഡിന്റെ ഒരു വ്യാപനശേഷി കൂടുതലായതുകൊണ്ടും ഈ രോഗം ചില ആൾക്കാരിൽ വന്നാൽ അവർക്ക് ഗുരുതരമാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് വൈറസിനെ നമുക്ക് ഭയന്നിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് കോവിഡ് വന്നു കഴിഞ്ഞാൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ആകാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു കാറ്റഗറിക്കാരെ നമ്മൾ ഈ ഒരു സമയത്ത് സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് രോഗപ്രതിരോധ ശേഷി കോംപ്രമൈസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് HIV പോലെ, എയ്ഡ്സ് പോലുള്ള വൈറസുകളെ വഹിക്കുന്നവര്, ഗുരുതരമായിട്ടുള്ള രോഗബാധയുള്ളവർ, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്ക രോഗം ബാധിക്കുന്നു, ആഴ്ചയിൽ 2 തവണ ഡയാലിസിസിന് പോയി വരുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ടവരാണ്. ഇവർക്ക് രോഗം വന്നാൽ വളരെ പെട്ടെന്ന് ഇവ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ഒരുപക്ഷെ ഗുരുതരമാകുകയും ചെയ്യും. അടുത്ത കാറ്റഗറി കരൾ രോഗം ബാധിച്ചവരാണ്. കരൾ രോഗം ബാധിച്ചവർക്ക് രോഗപ്രതിരോധശേഷി വളരെ കുറവായിരിക്കും. ഇവർക്ക് വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കാനോ മരണം വരെ സംഭവിക്കാനോ സാധ്യതയുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കടുത്ത സ്ട്രോക്ക്, കടുത്ത പക്ഷാഘാതവും ഹൃദയാഘാതത്തിൻ്റെ ബാധിച്ചിട്ട് ഹാർട്ടിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർ, ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ പേശിഭാഗങ്ങൾ തകർന്നിട്ടുള്ളവർ, വാൽവിന് കംപ്ലയിൻസ് ഉള്ളവർ, ഹൃദയമിടിപ്പിന് താളം തെറ്റൽ ഉള്ള ആൾക്കാർ, ഇത്തരക്കാരും അതേപോലെ തന്നെ ഇപ്പോൾ സ്ട്രോക്ക് ബാധിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള, ശാരീരിക ശേഷി വളരെ കുറഞ്ഞ ആൾക്കാർ, ഈ ഒരു കാറ്റഗറിക്കാർ സൂക്ഷിക്കുക. കൂടാതെ ഇപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സയിലുള്ളവർ, ക്യാൻസർ ബാധിച്ച് കീമോതെറാപ്പി ചികിത്സ ചെയ്യുന്ന, കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള മരുന്നുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ, കിടപ്പിലായിട്ടുള്ള രോഗികൾ, ഇപ്പോൾ പലപ്പോഴും പലവിധ രോഗങ്ങൾ ബാധിച്ച് ബെഡ് ആയിട്ടുള്ള രോഗികൾ, കൂടാതെ വളരെയേറെ വയസ്സായിട്ടുള്ള ആൾക്കാർ, ഇപ്പം 90 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, വീട്ടിൽ കിടപ്പ് രോഗികളാണ്, ശുശ്രൂഷിക്കാൻ ഒരാൾ, ഈ പോകുന്ന ആൾക്കാർ, കൂടാതെ ശ്വാസകോശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത ഇൻഫെക്ഷൻ വന്ന് മാറുന്ന ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് പൾമണറി ഡിസീസുകൾ എന്തെങ്കിലും, ഇപ്പോൾ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഫൈബ്രോസിസ് പോലുള്ള കണ്ടീഷൻസ്, ഇല്ലെങ്കിൽ ശ്വാസകോശം കാലക്രമേണ തീരെ മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ ഞാൻ ഈ വിശദീകരിച്ച കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗുരുതരമാകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ജലദോഷമുണ്ട്, അല്ലെങ്കിൽ പനിയുണ്ട്, മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടെന്നിരിക്കട്ടെ, കഴിയുന്നത്ര ഞാൻ ഈ പറഞ്ഞ രോഗം ബാധിച്ചവരുടെ അടുത്തേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ രോഗബാധയുള്ളവരെ കഴിയുന്നത്ര സമൂഹത്തിൽ വളരെ തിരക്കുള്ള ഒരു സ്ഥലത്തേക്കോ, ഇല്ലെങ്കിൽ ആൾക്കാർ കൂടുന്നതിൻ്റെ ഇടയിലേക്കോ, അടച്ചിട്ട മുറികളിലേക്കോ, ലിഫ്റ്റിനകത്തേക്കോ എല്ലാം കൊണ്ടുപോകാതിരിക്കുക. അവർക്ക് പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ള ആൾക്കാർക്ക് അസുഖം ഉണ്ടെങ്കിൽ നല്ലൊരു മാസ്ക്, ഏറ്റവും കുറഞ്ഞത് ഒരു സർജിക്കൽ മാസ്ക് എങ്കിലും അവർക്ക് അണിയാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളവരെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലരും ഇപ്പോൾ കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ ഗുരുതരമായി മരണം സംഭവിക്കുന്ന കാറ്റഗറിയെക്കുറിച്ച് മാത്രമേ എല്ലാ മീഡിയയിലും ആരോഗ്യ വകുപ്പിലും ഡോക്ടർമാരും എല്ലാം സംസാരിക്കാറുള്ളൂ. എന്നാൽ ഈ കോവിഡ് രോഗം വന്ന് മാറി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ മാസങ്ങളോളം അലട്ടുന്ന ചില കാറ്റഗറി ആൾക്കാരുണ്ട്. അത് ഏതൊക്കെയെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് അലർജി രോഗമുള്ളവർ, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി അലർജി, അതായത് നമ്മുടെ മൂക്ക് മുതൽ ശ്വാസകോശം വരെയുള്ള ഭാഗങ്ങളിൽ പലവിധ രോഗങ്ങളുള്ളവർ, ഉദാഹരണത്തിന് ഇപ്പോൾ ജലദോഷം, തൊണ്ടവേദന, തുമ്മല്, അടിക്കടി വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ശ്വാസം മുട്ടലുള്ള ആൾക്കാർ, അതേപോലെ ഇടവിട്ട് ചുമ വരുന്നവർ, അലർജിക് ചുമ ടെൻഡൻസി ഉള്ളവർ, ഇത്തരക്കാർക്ക് കോവിഡ് രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാസത്തേക്ക് പലവിധ ഇറിറ്റേഷൻസ് ആയിരിക്കും. തുമ്മൽ വല്ലാണ്ട് കൂടിയെന്ന് വരാം, മൂക്കിൽ നിന്നും കഫം അമിതമായിട്ട് പോയിന്ന് വരാം, സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് വരുന്നവർക്ക് മൂക്കിൽ നിന്നും കഫം മഞ്ഞയും ചുവപ്പും ചേർന്ന കളറോടുകൂടി പഴുപ്പ് പോയിന്ന് വരാം. സെക്കൻഡറി ഇൻഫെക്ഷൻസും ഈ കോവിഡ് ബാക്കിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇത്തരക്കാരെ അലട്ടിക്കൊണ്ടേയിരിക്കും. ശ്വാസമുട്ടലിന്
മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അവർ പതിവ് ഉപയോഗിക്കുന്ന മരുന്ന് കഴിച്ചിരുന്നാലും ശ്വാസം മുട്ടൽ മാറാതെ നെഞ്ചിലൊരു വിമ്മിഷ്ടവും ബുദ്ധിമുട്ടുമായിട്ട് ഇത്തരക്കാരെ അലട്ടിയെന്ന് വരാം. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതായത് അമിതമായിട്ട് ഉത്കണ്ഠ എന്ന് പറയുന്ന രോഗാവസ്ഥയുള്ള ആൾക്കാർ, അതായത് പെട്ടെന്ന് ടെൻഷൻ ആകുന്ന, അമിതമായിട്ട് ടെൻഷൻ, ഉത്കണ്ഠ, മാനസിക പിരിമുറുക്കം വരുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇപ്പോൾ ഡിപ്രഷനോ ആങ്സൈറ്റിക്കോ ഉത്കണ്ഠയ്ക്കോ എല്ലാം മരുന്ന് കഴിക്കുന്ന ആൾക്കാരില്ലേ, ഇത്തരക്കാർക്കൊക്കെ കോവിഡ് രോഗം വന്നു മാറിക്കഴിഞ്ഞാൽ അവർക്കുള്ള ഈ ഒരു അസുഖം പിന്നെ ഒരു 2 മാസത്തേക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് പോസ്റ്റ് കോവിഡ് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും കോവിഡ് രോഗം വന്ന് മാറിയവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് നെഞ്ചിലെന്തോ ഇരിക്കുന്ന പോലെ തോന്നൽ വരാം, ശ്വാസം മുട്ടൽ വരാം, നെഞ്ചിപ്പോൾ നിന്നു പോകുന്നൊരു ബുദ്ധിമുട്ട് വരാം, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്ന ബുദ്ധിമുട്ട് വരാം, ഭയങ്കര ശരീരം വേദന വരാം, തലപ്പെരുപ്പ് വരാം, ഉറക്കക്കുറവ് വരാം. ഇങ്ങനെ പലവിധ ലക്ഷണങ്ങൾ കോവിഡ് വന്ന് മാറിയ ഇത്തരക്കാരിൽ കണ്ടുവന്ന് വരാം. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എപ്പോഴും ക്ഷീണമുള്ള, ആരോഗ്യക്കുറവുള്ള, എന്ത് കഴിച്ചിരുന്നാലും ശരീരം ബെറ്റർ ആവാത്ത ആൾക്കാർക്ക് കോവിഡ് വന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ ക്ഷീണം വല്ലാണ്ട് കൂടാൻ കാരണമാകും. ഇത്തരക്കാർക്ക് മുടി കൊഴിച്ചിൽ, ഒരുപക്ഷെ ഭയങ്കര തലകറക്കം, ബുദ്ധിമുട്ട്, തളർച്ച, ബുദ്ധിമുട്ടുകൾ ഒരു 1-2 മാസം നിലനിന്നു വരാം. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സന്ധിവാദം, ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് ടെൻഡൻസി ഉള്ള ആൾക്കാർ, ഇപ്പം റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം, SLE എന്ന് പറയുന്ന രോഗം തുടങ്ങി സന്ധികളെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർക്കും ഈ കോവിഡ് രോഗം വന്നു മാറിക്കഴിഞ്ഞാൽ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നിലനിൽക്കുന്ന അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരല്പം വർദ്ധിക്കാൻ കാരണമാകും. ഞാൻ ഈ പറഞ്ഞ 4 കാറ്റഗറി ആൾക്കാർക്കാണ് കോവിഡ് രോഗം വന്നു മാറിക്കഴിഞ്ഞാൽ ഒരു 1-2 മാസം കൂടുതലായിട്ട് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ഒരു മനുഷ്യർക്കോ കൊച്ചുകുട്ടികൾക്കോ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്കെല്ലാം ചെറിയൊരു ജലദോഷപ്പനി പോലെ ഇത് വന്നു പോകത്തുള്ളൂ. സോ അങ്ങനെ ഈ ബാക്കിയുള്ള ഒരു ആൾക്കാർക്കും ഈ രോഗം വലിയ ഗുരുതരാവസ്ഥയിലേക്കോ വലിയ ഗുരുതര പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് രോഗത്തിനെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നല്ലൊരു മാസ്ക്, സർജിക്കൽ മാസ്ക്, അത്യാവശ്യം 2-3 രൂപ അല്ലെങ്കിൽ മാക്സിമം 5 രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സർജിക്കൽ മാസ്ക് കിട്ടും. ഈ മാസ്ക് ഉപയോഗിച്ച് നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഒരുപാട് തിരക്കുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് പോയി ഇടിച്ചു കയറുന്നത് ഒഴിവാക്കുക, കൈകൾ വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കി സൂക്ഷിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 1-1.5 മാസം കൊണ്ട് ഈ കോവിഡിന്റെ ഈ കൂടി വരുന്ന ഈ ഒരു തരംഗം അങ്ങ് അവസാനിക്കും. വീണ്ടും നമുക്ക് ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് രോഗം ഇപ്പോൾ പടരുന്ന ഒരു സമയത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയത്തിൽ ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഇതൊരു നല്ല ഇൻഫർമേഷൻ ആയിരിക്കും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.